നൂലിനെ കൊണ്ട് ചെയ്തെടുത്തൊരു റൗണ്ട് നെക്ക് ഡിസൈനാണിത്. ഈ ഡിസൈൻ ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഡിസൈൻ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള വിധം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇന്നൊരു നെക്ക് ഡിസൈൻ തയ്ക്കാൻ വേണ്ടിയിട്ടില്ല. ഈ കളറിലെ മഞ്ഞ കളറിലെ നൂലുകളാണ് എടുത്തേക്കുന്നത്. ഈ നൂലെടുത്തിട്ടാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ചെയിനിട്ട്, അപ്പോൾ ഞാൻ എടുത്ത ഈ കളർ നൂലുകൊണ്ട് അടിക്കുന്നത്. അത് മാറ്റി വയ്ക്കാം. ഈ കളർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇതാ ചെയിനിടണം ആദ്യം. എത്ര ചെയിൻ ഈ ഇപ്പം ഞാൻ മിക്കവാറും ഒരു മീഡിയം ടൈപ്പ് നെക്കിന് 130 ചെയിനിട്ടിട്ടാണ് ചെയ്യുന്നത്. അത് നല്ല കറക്റ്റായിരിക്കും. അതേമാതിരി അതിനെക്കൊണ്ട് ഇപ്പോഴും നമുക്ക് ഇതിന് 130 ചെയിനിട്ട് വയ്ക്കാം. ആദ്യം ഉണ്ട് 130 ചെയിനിട്ട് വയ്ക്കാം. ഞാൻ ചെയിനിട്ട് വെച്ചിട്ടുണ്ട്. ഈ ചെയിനിൻ്റെ ഓരോ ചെയിനിൻ്റെ അകത്തു നിന്ന് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഇതേമാതിരി ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങനെ ഈ അറ്റം വരെ ഈ ലൈനിൻ്റെ ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. അതേമാതിരി ഞാൻ തയ്ച്ചെടുത്തു ഉണ്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുക? അടുത്ത സ്റ്റെപ്പ് ഡബിൾ ക്രോഷ്യ ചെയ്ത്, അപ്പോൾ 3 ചെയിനിടുക, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് പിന്നെ അടുത്തതിൻ്റെ അകത്ത് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത്, അടുത്ത ചെയിനിൻ്റെ അകത്ത് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത്, വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും. അപ്പോൾ അതവിടെ 3 ഡബിൾ ക്രോഷ്യ ആയി. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്? 4ാമത്തെ ചെയിനിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഒരു ചെയിനിൻ്റെ മുകളിൽ തന്നെ. എന്നാലും ഇത് റൗണ്ട് ഷേപ്പിൽ കിട്ടണം, അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിൽ ഇത് കിട്ടില്ല. ചെയ്തെടുത്തുകൊണ്ടോ 3ാമത്തെ ചെയ്ത് 4ാമത്തെ. ഇനി അടുത്ത 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് ഓരോ ചെയിനിൻ്റെ മുകളിൽ നിന്ന് 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത്, വീണ്ടും 4ാമത്തേൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. മൂടി കുടുങ്ങുന്നുണ്ട്. ഇതേമാതിരി 3 ഡബിൾ ക്രോഷ്യ പിന്നെ വീണ്ടും 2, അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തത് വരെ കൊണ്ടുവരണം. ഈ മഞ്ഞ ഇതുവരെ ചെയ്തെടുത്ത് ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് ഇതിനുള്ളിൽ തന്നെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷ്യ എടുത്ത് ചെയിനിടുക, 2 ചെയിനിട്ട്, പിന്നെ വീണ്ടും 3 ചെയിനിടുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് 3ാമത്തേൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് ക്രോസ് ആയിട്ട് വരത്തക്ക വിധത്തിലുള്ളതാണ് ചെയ്യുന്നത്.
ഇങ്ങനെ വന്നു. അങ്ങനെ വന്നു. ഇനി അടുത്ത് ഒരു രണ്ടെണ്ണം ഒഴിവാക്കിയിട്ട് 2 ചെയിൻ ഒഴിവാക്കി മൂന്നാമത്തേൻ്റെ മുകളിൽ നിന്ന് ഇതേമാതിരി തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. നൂല് കുടുങ്ങിയുണ്ട്. അതേമാതിരി ചെയ്തെടുത്ത് കൊള്ളാം. പിന്നെ വീണ്ടും 3 ചെയിൻ ഇടുക. ഇത് കെട്ടിക്കൊടുക്കുള്ള നൂലാണ്. മൂന്ന് ചെയിൻ ഇട്ടിട്ട് അവിടെ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 4 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുന്നതിൻ്റെ മുകളിൽ നിന്ന് അങ്ങനെ വന്നു. ഇനി അടുത്ത് അതേമാതിരി 2 ചെയിൻ ഒഴിവാക്കി മൂന്നാമത്തേൻ്റെ മുകളിൽ നിന്ന് അതേമാതിരി തന്നെ ചെയ്തെടുക്കുക. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും 3 ചെയിൻ ഇടുക. 3 ചെയിൻ ഇടുമ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ആയി. അതുകൊണ്ടാണ് ഇവിടെ എടുക്കുക. പിന്നെ 2 ഡബിൾ ക്രോഷ്യ ഇവിടെ ചെയ്തെടുക്കുക. ഇതേമാതിരി പിന്നെ വീണ്ടും ഒരു 2 എണ്ണം ഒഴിവാക്കിയിട്ട് മൂന്നാമത്തേൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും 3 ചെയിൻ ഇടുക. അങ്ങനെ ചെയ്തിട്ട് ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. അതേമാതിരി ഇത് മുഴുവൻ ഈ റൗണ്ട് ഫുള്ളായിട്ട് ഞാൻ ചെയ്തെടുത്തുകൊണ്ട് അടുത്ത ചെയ്യുന്ന വിധം അടുത്ത അങ്ങനെ ചെയിനുണ്ട്. 4 ചെയിനുണ്ട്. ചെയിനിട്ടത് ഇതിൻ്റെ മുകളിൽ ഈ ഡബിൾ ക്രോഷ്യ ഈ ചെയിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഇനി വീണ്ടും 4 ചെയിൻ ഇടുക. ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കുക. സിംഗിൾ ക്രോഷ്യയിൽ ജോയിൻ്റ് ആക്കണ്ട, വെറുതെ സ്മോൾ സിംഗിൾ ക്രോഷ്യയിൽ ജോയിൻ്റ് ആക്കി കൊടുത്താൽ അല്ലാതെ ഇതേമാതിരി വരും. അങ്ങനെ ഈ ചെയിൻ ഇട്ടിട്ട് ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തുകൊണ്ട് അതേമാതിരി ഇത്രയും ചെയിൻ ഇട്ടിട്ട് തയ്ച്ച് വെച്ചുകൊണ്ട് ഈ നെക്ക് ഡിസൈനിൽ ഇങ്ങനെ ആദ്യം ഇതേമാതിരിയൊക്കെ തയ്ച്ചെടുത്തു. ഇനിയിപ്പോൾ അങ്ങനെ ഇതുവരെ തയ്ച്ചെടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്ന സ്റ്റെപ്പ് ഞാനിത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ എന്താ കാരണം വെച്ചാൽ ഇവിടെയാണ് ഞാൻ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ചെയ്തെടുത്തു. ഉണ്ടോ, ജോയിൻ്റ് ആക്കി കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ചെയിൻ ഇടുക. 3 ചെയിൻ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ ഉണ്ടല്ലോ, അതിനെക്കൊണ്ട് പിന്നെ 3 ചെയിൻ മതി. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ. പിന്നെ വീണ്ടും ഒരു 3 ചെയിൻ ഇട്ടേക്കുക. 3
ചെയിൻ ഇട്ട് പിന്നെ ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. കണ്ടോ? ഇതേമാതിരി ഇപ്പോൾ ഒരു വീൻ്റെ മോഡൽ വന്നു. കണ്ടോ? വീൻ്റെ ഇത് വന്നു. ഇവിടെ കുറച്ച് വലിപ്പം കൂടുതലിനെ കൊണ്ടുവന്ന് അങ്ങനെ തോന്നിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ചെയിൻ ഇട്ടിട്ട് ഇത് ഇവിടെ ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അതേമാതിരി ചെയ്തെടുക്കുക. അതേമാതിരി 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് പിന്നെ ഒരു ചെയിൻ ഇടുക. പിന്നെ വീണ്ടും ഇതിനുള്ളിൽ 2 ഡബിൾ ക്രോഷ്യകൾ ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും 2 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് ഇവിടെ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ അതാ 3 ഡബിൾ ക്രോഷ്യ ഞാൻ 3 വീണ്ടും ചെയ്യുക. ഒന്നുകൂടി കൊണ്ട് ഇതേമാതിരി ചെയ്തെടുത്ത് 5 ഇതേമാതിരി ചെയ്തെടുക്കണം. 2 ഡബിൾ ക്രോഷ്യ 2 ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ 2 സിംഗിൾ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അപ്പോൾ ഇതേമാതിരി 5 ചെയ്തെടുത്തു. 1 2 3 4 5 ചെയ്തെടുത്തു. അടുത്ത ചെയ്യുന്ന സമയത്ത് അടുത്തതിൻ്റെ മുകളിൽ 2 ചെയിൻ ഇടുക. 2 ചെയിൻ ഇട്ടിട്ട് അടുത്തതിൻ്റെ മുകളിൽ ഇതേമാതിരി ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് 3 ചെയിൻ ഇടുക. 3 ചെയിൻ ഇട്ടിട്ട് വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ അവിടെ തന്നെ ചെയ്തെടുക്കുക. എന്താ ആ ചെയിനുള്ളിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ഇതേമാതിരി വന്നുകൊണ്ട് ഇതേമാതിരി വന്നു. പിന്നെ വീണ്ടും ഇതേമാതിരി തന്നെ ഒരു 2 ചെയിൻ ഇടുക. ചെയിൻ ഇടുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഒരു 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും 2 ചെയിൻ ഇടുക. 2 ചെയിൻ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതേമാതിരി 5 ഡബിൾ ക്രോഷ്യകൾ ചെയ്തെടുത്തതിന് ശേഷം ഒരു വീണ് ചെയ്യുക. അങ്ങനെയാണ് ഇത് വേണ്ടത്. കണ്ട് ഇതിപ്പോൾ 2 ഡബിൾ ക്രോഷ്യ. ഇനിയിപ്പോൾ ഇതേമാതിരി തന്നെ നമ്മളിവിടെ ചെയ്തെടുത്ത മാതിരി തന്നെ 5 ഡബിൾ ക്രോഷ്യകൾ ഇവിടെ ചെയ്തെടുത്തിട്ട് പിന്നെ ഒരു വി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് കൊണ്ടുവരണം. അത് ഇതേമാതിരി റൗണ്ട് ഫുള്ളായിട്ട് ഞാൻ ചെയ്തെടുത്തു. കണ്ടു? ഇതേമാതിരി റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്തു. ഇനി അടുത്ത് നമ്മളിവിടെ ചെയ്ത് വെച്ചൊരു വി മാതിരി ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അങ്ങോട്ട് അടുപ്പിച്ച് ചെയ്തതിനെ കൊണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഇങ്ങോട്ട് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നു. കണ്ടോ? ഇനി ഇങ്ങോട്ട് ചെയ്തെടുക്കുക. 2 ചെയിൻ. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ. വീണ്ടും ഒരു ചെയിൻ ഇടുക. ഒരു ചെയിൻ ഇട്ടിട്ട് ഇവിടെ എത്താൻ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഉണ്ടോ? അത് കിട്ടുന്നില്ല. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. ഒരു ചെയിൻ ഇതേമാതിരി 8 ഡബിൾ ക്രോഷ്യ ഇതിൻ്റെ ഈ ചെയിനുള്ളത് ചെയ്തെടുക്കണം. ഉണ്ടോ? ഒരു ചെയിന് ഒരു ഡബിൾ ക്രോഷ്യ. ഇപ്പോൾ 4 ഇനി 5-മത്തെ. ഇവിടെ 6 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക.
ഇതേമാതിരി 8 ഡബിൾ ക്രോഷകൾ ഒരു ചെയിൻ ഒരു ഡബിൾ ക്രോഷ ആയിട്ട് ചെയ്തെടുക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ചെയിൻ ഇടുക. ഒരു ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷ ചെയ്തെടുക്കാവുന്ന ചെയിനല്ല, ഒരു ഡബിൾ ക്രോഷ. പിന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷ ചെയ്തെടുത്തു. ഉണ്ടോ? ഇതേമാതിരി വന്ന് ഇതിൻ്റെ പിന്നെ 2 ചെയിനിടുക. ചെയിൻ ഇട്ടിട്ട് ഇവിടെ അതിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷ ചെയ്തെടുക്കുക. ഡബിൾ ക്രോഷ. പിന്നെ വീണ്ടും ഒരു ചെയിനിടുക. 2 ചെയിനുണ്ട്, 2 ചെയിൻ ഇട്ടിട്ട് ഒരു ഡബിൾ ക്രോഷ, ഒരു ഡബിൾ ക്രോഷ, വീണ്ടും ഒരു ഡബിൾ ക്രോഷ. പിന്നെ വീണ്ടും 2 ചെയിനിടുക. 2 ചെയിൻ ഇട്ടിട്ട് ഇതേപോലെ 2 ഡബിൾ ക്രോഷ. അങ്ങനെ വന്നു. അപ്പോൾ അതവിടെ 4 ഡബിൾ ക്രോഷകൾ വന്നു. കണ്ടോ? ഇവിടെ നമ്മൾ 5 എണ്ണമായിരുന്നു ചെയ്ത് വെച്ചിരുന്നത്, അപ്പോൾ 4 എണ്ണം വന്നു. ഇവിടെ 2 ചെയിൻ, ഒരു ചെയിനിട്ട് ഒരു ചെയിൻ ഇട്ടിട്ട് ഇവിടെ ഒരു ഡബിൾ ക്രോഷ ഇല്ലേ, ഇവിടെ ഒരു വി മാഞ്ഞ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ചെയ്തെടുക്കുന്നുണ്ടോ? ഇതേമാതിരി ഒരു ചെയിനിട്ട് 2 ചെയിൻ വേണ്ടിട്ട് ഇവിടെ നല്ല ശരിയാവുള്ളൂ. 2 ചെയിൻ ഇട്ടിട്ട് ഇതവിടെ അതിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷ ചെയ്ത് പിന്നെ വീണ്ടും ഒരു ചെയിൻ, വീണ്ടും ഒരു ഡബിൾ ക്രോഷ. ഇതേമാതിരി ഇവിടെ ചെയ്തെടുക്കില്ല, അതേമാതിരി ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ അങ്ങനെ ഇതേമാതിരി വരും. 1 2 3 4 5 എണ്ണം ഇവിടെ ഉണ്ടായിരുന്നു. 5 എണ്ണത്തിൽ പിന്നെ 1 2 3 4 എണ്ണമായി. ഇനി 3 എണ്ണമാവും. അങ്ങനെ ചുരുങ്ങി വരും. ഇവിടെ അങ്ങനെ കൂടി വരും. അങ്ങനെയാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ ഇവിടെ ചെയ്തെടുക്കുക. ഇവിടെ അങ്ങനെ ഇതേമാതിരി ചെയ്തെടുക്കുക. ഇനി റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തുകൊണ്ട് വരും. അതേമാതിരി ഞാൻ ഇത് റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്തു. ഇതാകണ്ടോ? ഇനി അടുത്ത റൗണ്ട് ചെയ്യുന്നത്. അടുത്ത റൗണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിവിടെ 8 ഡബിൾ ക്രോഷകൾ ചെയ്ത് വെച്ചത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ചെയിൻ ഇട്ടതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. ഉണ്ടോ? ഡബിൾ ക്രോഷ, ഒരു ഡബിൾ ക്രോഷയും കൂടെ ചെയ്യുക. ഇതാ ഇപ്പോൾ ഇവിടെ 2 ഡബിൾ ക്രോഷകളായി. പിന്നെ ഒരു ചെയിനുണ്ട്. ഒരു ചെയിൻ ഇട്ടിട്ട് ഈ ചെയിൻ ഇട്ട് വെച്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ ചെയ്തെടുക്കുക. ഇവിടെ അതേമാതിരി തന്നെ ചെയ്ത് അതേമാതിരി തന്നെ ഈ 2 ഡബിൾ ക്രോഷ കണ്ട് ഇതേമാതിരി ഈ ചെയിൻ ഇട്ടതിൻ്റെ ഉള്ളിൽ നിന്ന് 2 ഡബിൾ ക്രോഷകളെ വീതം ചെയ്ത് ഇതുവരെ കൊണ്ടുവരണം. രണ്ട് ഡബിൾ ക്രോഷ. ഓരോ ചെയിൻ്റെ ഉള്ളിൽ നിന്ന് 2 ഡബിൾ ക്രോഷകൾ വീതം ചെയ്തുകൊണ്ട് വിചാരിച്ചിട്ട് അവിടെ എത്തി. എൻ്റെ ആയിട്ടോ കുടുങ്ങിയിട്ടുണ്ട്.
ഇങ്ങനെ വന്നുകൊണ്ട് ഇനി അടുത്ത ചെയ്യുന്ന 2 ചെയിനിട്ടിട്ട് ഇതവിടെ നമ്മൾ ചെയ്ത് വെച്ചിട്ട് അപ്പോൾ 5 എണ്ണമുള്ള 4 എണ്ണമായി. ഇനി അടുത്ത ലൈൻ ചെയ്യുമ്പോഴേക്കും അത് 3 എണ്ണമായി മാറും. ഇവിടെ 2 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്തെടുക്കുക. ഉണ്ടോ? ഇതേമാതിരി ഇനി രണ്ട് ചെയിൻ ഇടുക. വീണ്ടും 2 ചെയിൻ ഇട്ടിട്ട് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് പിന്നെ വീണ്ടും 2 ചെയിൻ ഇടുക. ചെയിനിട്ട് ഇവിടെ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ കണ്ടതേ ഭാര്യ വരുന്നു 3 എണ്ണം അല്ല 5 എണ്ണം അല്ല 4 എണ്ണമായി 4 എണ്ണം മുന്നേ അടുത്തരാകുമ്പോൾ 2 എണ്ണമാവും. അങ്ങനെ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ 2 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിൻ്റെ അകത്ത് 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ആ ചെയിനിട്ട് വെച്ച ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഒരു ചെയിൻ ഇടുക. വീണ്ടും ഈ ചെയിനിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷ്യകൾ ചെയ്തെടുക്കുക. ഒരു ചെയിൻ ഇടുക. ഇവിടെ നമ്മൾ ചെയ്തെടുത്ത മാതിരി തന്നെ ഇവിടെ ഇതേമാതിരി ചെയ്തെടുക്കുക. അങ്ങനെ ഇവിടെയും ചെയ്തെടുക്കുക. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്തുകൊണ്ടാണ് ഈ റൗണ്ടിൻ്റെ ഇതുവരെ ചെയ്തെടുത്തുകൊണ്ടാണ്. അതായത് ഇതേമാതിരി അവിടെ ചെയ്ത് വെച്ചിട്ട് ഇവിടെ ചെയ്യുന്ന വിധം അതേമാതിരി ഇവിടെ കാണിച്ചു തരാം. ഇവിടെ ഈ ഗ്യാപ്പ് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ചെയിന് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ ചെയിനിൻ്റെ ഉള്ളിൽ 3 ഡബിൾ ക്രോഷ്യ 2 ഡബിൾ ക്രോഷ്യയാണ് ആദ്യം ചെയ്തത്. 3 ഡബിൾ ക്രോഷ്യ ഒരു ചെയിനിൻ്റെ ഉള്ളിൽ ചെയ്തെടുക്കുക. കണ്ടോ? ഇതേമാതിരി ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അതേമാതിരി വീണ്ടും ഒരു ചെയിനുണ്ട്. വീണ്ടും ഒരു ചെയിൻ ഇട്ടിട്ട് ഇതിനുള്ളിൽ പിന്നെ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ഈ ചെയിനിൻ്റെ ഉള്ളിൽ 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ചെയിനിടുക. ഇനി ഇതും ചെയ്തിടുക. ഈ 2 എണ്ണം കഴിഞ്ഞിട്ട് ഒരു ചെയിൻ ഇട്ട് വെച്ച് അതിൻ്റെ ഉള്ളിലായിട്ടുള്ള ചെയ്യുന്ന 3 ഡബിൾ ക്രോഷ്യകൾ ചെയ്തിടുക. ചെയിനിടുക. അതേമാതിരി വന്നുകൊണ്ടേ ഇവിടെ 2 എണ്ണം കൂടെ ചെയ്തെടുക്കാറുണ്ട്. ഒരു ചെയിനിടുക. ഒരു ചെയിനിട്ടിട്ട് ഈ 2 എണ്ണത്തിനുള്ളിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് ഈ ഒന്നിൻ്റെ ഉള്ളിൽ കൂടെ ചെയ്തെടുക്കാറുണ്ട്. രണ്ട് ചെയിനുണ്ട്. ഇവിടെ കണ്ടത് ഇവിടെ ചെയ്തിട്ട് 2 ചെയിനുണ്ട്. ഈ 3 എണ്ണം ഉണ്ടല്ലോ, ഈ 3 എണ്ണത്തിൻ്റെ ഒന്ന് ഇവിടെ ചെയ്യുക. 2 എണ്ണം ചെയ്തെടുക്കുക. 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. വീണ്ടും 2 ചെയിനിടുക. ഇതിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക.
അങ്ങനെ ചെയ്തെടുത്തു കണ്ടോ. അങ്ങനെ അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ എന്താ ഈ രണ്ടെണ്ണം വരുന്നില്ല. പിന്നെ വീണ്ടും രണ്ട് ചെയിൻ ഇട്ടിട്ട് ഇതാ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ ചെയ്ത് വെച്ച ഈ ഗ്യാപ്പിൻ്റെ അകത്ത് 3 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ഇതേമാതിരി ഈ റൗണ്ടിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തെടുക്കുക അതേമാതിരി തന്നെ ഈ റൗണ്ടിലും ചെയ്തെടുക്കുക. അപ്പോൾ അതേമാതിരി ഉണ്ടാവും കാണാൻ സമയത്ത് കണ്ടോ. ഈ ഭാഗം അതേമാതിരി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇതേമാതിരി റൗണ്ട് ഫുള്ളായിട്ട് എല്ലാത്തിൻ്റെ ഉള്ളിലും ചെയ്തെടുത്ത് കൊണ്ടാണ്. അതേമാതിരി ഞാൻ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്ത് കണ്ടോ. 3 ലൈന് വെച്ചിട്ടുണ്ട്. 3 ലൈന് വെച്ചിട്ട് ചെയ്തെടുത്തു. 3 ഡബിൾ ക്രോഷേ ഇപ്പോൾ അപ്പോൾ 2 ഇവിടെ 2 ഉള്ളത്. അടുത്ത ഒരു സ്റ്റെപ്പും കൂടെ ചെയ്ത് അവിടെ ഒന്നാക്കി കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു. ഈ നെക്ക് ഡിസൈനിൻ്റെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കുന്നത്. ഇതുവരെ നമ്മൾ ജോയിൻ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ചെയ്യുക. ഇവിടുത്തെ 3 ചെയിനിടുക. 3 ചെയിനന്മാരിടുക. പിന്നെയും വീണ്ടും 3 ചെയിനിടുക. ഒരു ക്യാപ്പ് വാരി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ എടുത്ത് ചെയ്ത് കണ്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെയിനിടുക. ഒരു ചെയിൻ ഇട്ടിട്ട് ഈ ചെയിനിൻ്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ അവിടെ വേണം ഒരു ചെയിൻ ഒഴിവാക്കിയിട്ട് വേണം ഒന്ന് അടുത്ത ചെയ്യണമെങ്കിൽ. കണ്ടോ ഇതേമാതിരി ഒരു ചെയിൻ ഒഴിവാക്കി ഇവിടെ ചെയ്ത് ഡബിൾ ക്രോഷേ ചെയ്തെടുക്കും. പിന്നെ 3 ചെയിനിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ അവിടെ അങ്ങനെ ഡബിൾ ക്രോഷേ ചെയ്തെടുക്കും. അതായത് ക്യാപ്പ് മാതിരി വീണ്ടും ഒരു ചെയിൻ ഇട്ടിട്ട് ഇവിടുത്തെ ഈ ഡബിൾ ക്രോഷേ ഉണ്ടല്ലോ ഈ ഡബിൾ ക്രോഷേ ഒന്ന് ഒഴിവാക്കുക. അടുത്തതിൻ്റെ മുകളിൽ ചെയ്ത് കൊടുക്കുക. കണ്ടോ നന്നായി ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. കണ്ടോ ഇതേമാതിരി വന്നു. വീണ്ടും ഒരു ചെയിനിട്ട് ഈ നടുക്കലത്തെ മുകളിൽ ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. 3 ചെയിനിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ചെയ്തെടുക്കുക. ഈ വീണ്ടും ഒരു ചെയിനിട്ട് ഈ നടുക്കലത്തെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ 3 എണ്ണത്തിൻ്റെ നടുക്കലിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. 3 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഇതവിടെ ഒരു ചെയിനിട്ടിട്ട് ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. വീണ്ടും ഒരു ചെയിനിട്ടിട്ട് നടുക്കലത്തെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ചെയിനിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെയ്തെടുക്കും. ചെയിനിടണം അവിടെ നടുക്കലത്തെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കും.
ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് ഓരോ 10 ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ ഫുള്ളേ ചെയ്തെടുക്കണം. രണ്ട് ചെയിനില്ല ഇതവിടെ കണ്ട ഇതേമാതിരി വന്നു ഇവിടെ കണ്ടോ. ചെയ്തെടുക്കുന്ന സമയം രണ്ട് ചെയിൻ ഇട്ടിട്ട് നമ്മൾ ഈ ചെയ്ത് വെച്ച ഇതിവിടുത്തെ 2 ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കും. പിന്നെ വീണ്ടും 2 ചെയിൻ ഇട്ടിട്ട് ഇതേമാതിരി തന്നെ ഇതിൻ്റെ ഉള്ളിലും ചെയ്തെടുക്കുക. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞ് കണ്ടോ. ഇത് കണ്ടോ ഇതേമാതിരി ഇടാൻ ചെയ്ത് കഴിയുന്ന സമയത്ത് ഇതേമാതിരി ഓരോന്നും ചെയ്തിട്ട് ഓരോന്നിൻ്റെ മുകളിലും ചെയ്ത് ഇതുവരെ ഇതിൻ്റെ മുകളിൽ വരെ ചെയ്ത് കൊണ്ടുവന്നു. എന്നാൽ ഈ നെക്ക് ഡിസൈൻ്റെ വർക്ക് കഴിഞ്ഞു. ഇവിടെ കണ്ടോ നമ്മൾ ചെയ്ത് വെച്ച 5 എണ്ണമായിരുന്നു അത്. പിന്നെ 4, 3, 2, 1. അപ്പോൾ ഇവിടെ ഇപ്പോൾ 1 വന്നു. ഇനി 1 ഉള്ളൂ. അപ്പോൾ ഈ റൗണ്ട് കഴിയാനായി കണ്ടു. അതേമാതിരി ഇനി അത് ചെയ്തെടുക്കുക. ഈ നെക്ക് ഡിസൈനിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞ് നെക്ക് ഡിസൈൻ കാണാൻ അതേമാതിരി ഉണ്ട്.